നമുക്കിന്നൊരു പടം വരയ്ക്കാവേ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്ന ഓർഡറാണ്. അവൻ വർക്ക് ചെയ്യുന്നിടത്ത് അവൻ്റെ സാറിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പം അതിന് കൊടുക്കാനായിട്ട് അവരൊരു ഫാമിലി പിക്ക് വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പം അത് നമുക്കിന്ന് വരയ്ക്കാവേ. അപ്പം ഈ ഒരു പടമാണ് വരയ്ക്കേണ്ടത്. ഞാൻ സത്യത്തിൽ ഫോണിൽ ഗ്രിഡിട്ട് അങ്ങനെയാണ് വരയ്ക്കുന്നത്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആ ഫോട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെറുതെ ഒന്ന് പ്രിൻ്റ് എടുത്ത് അതേ നോക്കി വരയ്ക്കുന്ന പോലൊക്കെ ഒരു ഷോ കാണിക്കുന്നത്. ശരിക്കും ഞാൻ ഗ്രിഡ് ഇട്ടിട്ടാണ് വരയ്ക്കുന്നത്. വരച്ചിട്ട് ആ ഗ്രിഡൊക്കെ മായ്ച്ച് കളഞ്ഞിട്ടുള്ള ഔട്ട്ലൈനാണിത്. ഇനി നമുക്ക് അതിൻ്റെ ഷെയ്ഡിങ് ഒക്കെ ചെയ്യണം. ഷെയ്ഡിങ് ചെയ്യാനായിട്ട് ഞാൻ ചാർക്കോൾ പൗഡർ എടുക്കുന്നത്. അപ്പോൾ ചാർക്കോൾ പൗഡർ ഇങ്ങനെ പെൻസിൽ സാൻഡ് പേപ്പറിൽ വരച്ചിട്ടാണ് ചാർക്കോൾ പൗഡർ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതൊരു ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ പടത്തിലിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താണ് ഞാൻ അങ്ങനെയാണ് ഷെയ്ഡിങ് ഒക്കെ ചെയ്യാറുള്ളത്. എനിക്ക് ഫോണെ നോക്കി വരയ്ക്കുകയും വേണം. വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കത് വരയ്ക്കുന്ന എല്ലാം ഒന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ബ്രഷൊക്കെ വെച്ച് വെറുതെ ഇങ്ങനെ തൂത്ത് കൊടുത്തതേ ഉള്ളൂ. ഒരു ഫോണേ ഉള്ളത് കൊണ്ട് കുറച്ച് കഷ്ടപ്പാടാണ് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടി. ഒരു വിധത്തിൽ പിന്നെ ഞാൻ രണ്ടും കൂടെ കംപ്ലീറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇത്. അതിനിടയ്ക്ക് മഴയൊക്കെ പെയ്തു. പിന്നെ ഞാൻ അകത്തൊക്കെ പോയിരുന്ന ബാക്കി വരച്ചത്. അപ്പം ഇതാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലുക്ക്. പിന്നെ വരച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിൽ വീട്ടിൽ റംബൂട്ടാനൊക്കെ കായ്ച്ച് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ പോയി അതിൻ്റെ മണ്ടവലിഞ്ഞ് കയറി രണ്ടുമൂന്നെണ്ണമൊക്കെ പറിച്ച് തിന്നു. പിന്നെ നമുക്ക് ആ പടം ഇങ്ങനെ മാഞ്ഞു പോകാതിരിക്കാൻ അല്ലെങ്കിൽ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫിക്സേറ്റീവ് ഉണ്ട് കേട്ടോ. ആ ഫിക്സേറ്റീവ് ആണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഫുൾ ഫിനിഷായി. പിന്നെ അത് പോയിട്ട് ഞാൻ അന്ന് തന്നെ ഫ്രെയിം ചെയ്തായിരുന്നു. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫ്രെയിം ചെയ്യാൻ പോകുന്ന കാര്യം. നല്ല മഴയായിരുന്നു. ഫോണൊന്നും എടുക്കാതാണ് ഞാൻ പോയത്. മറന്നുപോയി അതിൻ്റെ കാര്യമൊക്കെ. ഇനി അതും കവറിലാക്കി അവൻ്റെ അടുത്ത് കൊടുക്കാനായിട്ട് പോകണം. അവൻ എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്, പക്ഷെ അവൻ ഷിപ്പ് യാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം അവൻ ചങ്ങനാശ്ശേരിക്ക് വരും. അപ്പോൾ അതേ ആ ഓടി വരുന്ന എൻ്റെ ഫ്രണ്ട് ഇടും, ഉറപ്പായിട്ട് ഇടും. എടുക്ക്, അങ്ങനൊന്നുമില്ല. നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ പൊടിയാണ്. അവിടെ കടയുണ്ട്. റിയാക്ഷൻ വീഡിയോ വേണം. എടുത്ത് നോക്കടാ. എന്തു എനിക്ക് വീഡിയോക്ക് വേണ്ടിയല്ലേ.